ഓരോ വ്യക്തിയും വിജയം നേടാൻ കഠിനമായി പരിശ്രമിക്കുന്നു. എന്നാൽ പലപ്പോഴും രാവും പകലും ചെയ്യുന്ന കഠിനാധ്വാനം പലർക്കും ആഗ്രഹിച്ച ഫലം നൽകണമെന്നില്ല. അതു കാരണം നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ആചാര്യ ചാണക്യന്റെ തത്വങ്ങളും ചിന്തകളും നിങ്ങൾക്ക് വേദവാക്യമായി എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതാണോ അത്രയും വലുതാണ് നിങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനെയെല്ലാം ധൈര്യത്തോടെ നേരിടുന്നവർക്കു മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ. നിങ്ങൾക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ചാണക്യൻ പറയുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: തപസ്സു ചെയ്യണം. തപസ്സു ചെയ്യുന്നതിലൂടെ ബുദ്ധിമുട്ടുള്ള ജോലികൾ പോലും എളുപ്പമായി തീരുമെന്ന് ചാണക്യൻ പറയുന്നു. തപസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേടാനാകും. എന്നാൽ എന്താണ് തപസ്? തപസ്സിന്റെ യഥാർത്ഥ അർത്ഥം പ്രയാസകരമായ സാഹചര്യങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ അത് ഞാൻ നേടിയെടുക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഏത് പ്രതികൂല സാഹചര്യത്തെയും ധൈര്യത്തോടെ നേരിടുക എന്നതാണ്. വിശപ്പ്, ദാഹം, ദുഃഖം, സുഖം, നഷ്ടം, ലാഭം, ജീവിതം, മരണം ഇവ ജീവിതത്തിലെ തപസ്സുകളാണെന്ന് ചാണക്യൻ പറയുന്നു. വിജയം നേടാൻ ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്: വിജയം നേടാൻ നിങ്ങൾ തപസ്സു ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും എളുപ്പത്തിൽ ലഭിച്ചാൽ അതിന്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ലോകത്തിലെ എല്ലാ മഹാന്മാരും ജീവിത വിജയം നേടുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്തത് അവരുടെ തപസ്സിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. തപസ്സില്ലാതെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു സ്ഥാനവും നേടാൻ കഴിയില്ല. കാരണം ജീവിതത്തിൽ വിജയം എളുപ്പമല്ല. തപസ്സിലൂടെ മാത്രമേ ഒരാൾ ജീവിതത്തിൽ ഉന്നത സ്ഥാനം നേടുകയും സമൂഹത്തിൽ ബഹുമാനം നേടുകയും ചെയ്യുകയുള്ളൂവെന്ന് ചാണക്യൻ പറയുന്നു. വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ തത്വം ഇതാണ്: ആത്മാഭിമാനത്തിന് മുൻഗണന നൽകണം. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കണം. എല്ലാം നേടിയെടുക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കുള്ളിൽ വലയം ചെയ്തിരിക്കുന്നു എന്ന മഹാസത്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പുറമേ കാണുന്നതല്ല നിങ്ങളെന്നും ഈ ലോകത്തിന്റെ മുഴുവൻ ശക്തിയും നിങ്ങൾക്കുള്ളിൽ ഉണ്ടെന്നുള്ള ആ മഹാസത്യം ഏതൊരു വ്യക്തി മനസ്സിലാക്കുന്നോ അവർ പടിപടിയായി ആഗ്രഹിക്കുന്നതെല്ലാം കീഴടക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന നാലാമത്തെ തത്വം ഇതാണ്: പ്രതികൂല സാഹചര്യങ്ങളെ നേരിടണം. സാധാരണയായി ചില ആളുകൾ ഒരു തെറ്റോ പരാജയമോ നേരിടുമ്പോൾ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. എന്നിരുന്നാലും അങ്ങനെ ചെയ്യുന്നത് ഉചിതമല്ല. നിങ്ങൾ ഒരിക്കലും പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് പാശ്ചാത്തപിക്കരുത്. പാശ്ചാത്താപം ശരീരത്തിനെയും മനസ്സിനെയും തളർത്തുകയേ ഉള്ളൂ. വിജയത്തിനായി അടുത്തത് എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ശുഭചിന്തയിലൂടെ മുന്നോട്ടു പോകണമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ തത്വം ഇതാണ്: ചുറ്റുപാടുകളെ വീക്ഷിച്ചു ജീവിക്കണം. വിജയിക്കേണ്ട ഒരു വ്യക്തി എപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളെ വീക്ഷിക്കണം. വിജയിച്ചവരെയും പരാജിതരെയും കുറിച്ച് മനസ്സിലാക്കണം. എത്രയോ തവണ പരാജിതനായ ഒരു വ്യക്തിയാണ് പിൽക്കാലത്ത് വിജയിച്ചതെന്ന കാര്യം എപ്പോഴും നാം ഓർമ്മിക്കണം. അങ്ങനെ പരാജിതനായ ഒരു വ്യക്തിയാണ് മറ്റൊരിക്കൽ ശക്തനായ ഒരു പോരാളിയായി മാറിയതെന്ന സത്യം നാം മനസ്സിലാക്കണം. വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന ആറാമത്തെ തത്വം ഇതാണ്: ഇത്തരം ഇടങ്ങളിൽ നിൽക്കരുത്. വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മോശമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പാടില്ല. നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്ത ഒരിടത്തു നിന്നും നിങ്ങൾ മാറി നിൽക്കണം. മോശമായ എല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിക്കണം. മനസ്സുകൊണ്ട് സമ്പന്നതയെ ആശ്ലേഷിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. എന്താണ് നിങ്ങൾ തേടുന്നത്? അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രപഞ്ചത്തിന്റെ തത്വം. നിങ്ങളുടെ ചിന്തകളിൽ നിന്നും അശുഭ കാര്യങ്ങളെ ഒഴിവാക്കി എപ്പോഴും സമ്പൽ സമൃദ്ധിയെ ആശ്ലേഷിച്ച് ജീവിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ലക്ഷ്യം കണ്ടതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ചാണക്യൻ ചാണക്യനീതിയിൽ പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.